ഈ കാണുന്നത് നമ്മുടെ ഫ്ലാറ്റിലേക്കുള്ള എൻട്രൻസ് ആണ്. അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു ഗാർഡൻ ഏരിയയിലേക്കാണ് നമ്മുടെ ഒരു വ്യൂ വരുന്നത്. ശരിക്കും നമ്മുടെ ഫ്ലാറ്റിൻ്റെ നടുത്തളത്ത് ഇതുപോലൊരു ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ കിഡ്സിനുള്ളൊരു പ്ലേ ഏരിയയും അങ്ങനെ എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്ലാറ്റ് വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ കണിയപുരം റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അസറ്റ് ഹോംസിൻ്റെ ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 4th ഫ്ലോറിൽ ഇതുവരെയ്ക്കും ഉപയോഗിച്ചിട്ടില്ലാത്ത പുത്തനൊരു ഫ്ലാറ്റ് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്. 2022 കൈമാറിയതാണ്. പക്ഷേ ഇവരുടെ താമസം ഇവിടെ അല്ല കേട്ടോ. ഓണർ വന്നിട്ട് പുറത്താണ്. അവർ വല്ലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ കൂടെയെങ്കിലും, അതായത് ഇവരുടെ വീടും വന്നിട്ട് പള്ളിക്കലാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ ഇറങ്ങിയിട്ടൊക്കെ പോകും. ആ രീതിയിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള പുത്തൻ കണ്ടീഷനിൽ ബ്രാൻഡ് ന്യൂ ഫ്ലാറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന അടിപൊളി ഒരു 2 BHK ഫ്ലാറ്റാണ്. ടോട്ടലായിട്ട് 1156 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒത്തിരിയധികം കോമൺ അമിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ജിമ്മുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, സിനിമാ തിയേറ്റർ ഉണ്ട്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അടിപൊളി ഒരു സംഭവമാണ്. നമ്മുടെ ഈ ഫ്ലാറ്റിലെ ലൈഫ് എന്ന് പറയുമ്പോൾ ഹസിൽ ഫ്രീ ആണ്. അതിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടോ ഇത് നോക്കിയേ. നമ്മുടെ ഫ്ലാറ്റിലേക്കുള്ള നമ്മുടെ ഇവിടെ നിന്നുള്ള വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവർ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും. ഇപ്പോൾ അതിൽ ഇൻസിനറേറ്റ് ചെയ്യാനുള്ള വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ്, വെറ്റ് വേസ്റ്റ് അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നോർമലി ഉള്ള മിനിമലായിട്ടുള്ളൊരു യൂസേജ് മെയിൻ്റനൻസ് ഫീ മാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണുന്ന എല്ലാ കോമൺ അമ്യൂണിറ്റീസും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതുപോലെ വേസ്റ്റ് ഡിസ്പോസലിനൊന്നും നമ്മൾ പുറത്തേക്ക് കൊണ്ടു കിടക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഫ്ലാറ്റ് ലൈഫ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. നമ്മുടെ അവിടെ കോമൺ ഒരു ലിവിങ് സ്പേസ് വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. അത്യാവശ്യം വളരെ വലിപ്പമുള്ള വലിയൊരു ഡൈനിങ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട്. ഈ കാണുന്നത് പോലെ ഒരു ബാൽക്കണിയിലേക്ക് എൻട്രൻസ് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയയാണ്. അത്യാവശ്യം വേണ്ട മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഇതിലെല്ലാം തന്നെ കേർട്ടൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചണിലും നമുക്കൊരു മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ അടച്ചെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസാണ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ഇതിലും ഓൾറെഡി കേർട്ടൻസ് എല്ലാം ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലൈൻഡ്സ് എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. കട്ടിൽ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഫർണിഷിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറ, അതുപോലെ ജാഗ്വാർ പോലുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജാഗ്വാറിൻ്റെയൊക്കെ ഫ്ലഷ് യൂണിറ്റാണ് വരുന്നത്. അങ്ങനെ പ്രീമിയം മെറ്റീരിയൽസ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വരും. ഇതിലായാലും ഇനി കട്ടിലൊന്നും നിങ്ങൾ വാങ്ങണ്ട കേട്ടോ. എല്ലാ സാധനവും ഇതിനകത്ത് ഓൾറെഡി വാങ്ങിയിട്ടിട്ടുണ്ട്. എല്ലാം പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കഴക്കൂട്ടത്തു നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. അതായത് കഴക്കൂട്ടത്ത് നിന്ന് വരുമ്പോൾ നികുഞ്ചം പാർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ അസറ്റിൻ്റെ ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം കാണാൻ സാധിക്കും. ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ. അതുപോലെ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എയർപോർട്ട്, ലുലു മാള് അങ്ങോട്ടേക്കൊക്കെ ഈസിലി പോവാം. നമുക്കിനി കണിയാപുരം സൈഡിലേക്ക് അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടുത്തെ കോമൺ അമ്യൂണിറ്റീസ് ഇവിടെ കാണിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ വില പറഞ്ഞുതരാം. ഇത് നമ്മുടെ ടെറസാണ്, അതായത് റൂഫ് ടോപ്പാണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അതുപോലെ തന്നെ ടെറസിലൊരു ഗാർഡൻ, ഒരു പാർട്ടി ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസുകളെല്ലാം തൊട്ടടുത്തായിട്ടിരിക്കുന്നതിലോ കാണാൻ പറ്റും കേട്ടോ. നോക്കി ഈ കാണുന്ന പോലെ ടെക്നോ പാർക്കിൻ്റെ ഫേസുകളെല്ലാം നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇരിക്കുന്ന കണക്കാണ്. കഴക്കൂട്ടം ജംഗ്ഷന് വളരെ അടുത്തായിട്ട് നല്ല രീതിയിലാണ് നമുക്ക് ഫീൽ ആവുന്നത്. ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലും കാണാം. നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കടൽ നമുക്ക് നല്ല രസമായിട്ട് കാണാൻ സാധിക്കും. ഈവനിങ് ഒക്കെ നമ്മളിതുപോലെ മേളിൽ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. നല്ലതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൽ വെള്ളം ഒരു അളവ് കുറച്ചിട്ടുള്ളത്. നമുക്ക് കിഡ്സിനൊരു പൂളുണ്ട്. അതുപോലെ തന്നെ വലിയവർക്ക് കുളിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു പൂളുണ്ട്. ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മേളിലത്തെ ഒരു ഗാർഡൻ ഏരിയ കാണാം. മേളിലെല്ലാം തന്നെ ഇതുപോലെ ഒത്തിരിയധികം പ്ലാന്റ്സ് ഒക്കെ വെച്ച് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടെറസിലുള്ള ഗാർഡൻ ഏരിയയാണ്. നമുക്ക് ശരിക്കും 2 പൂൾ ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ നേരത്തെ ഒന്ന് വീഡിയോ കാണിച്ചത്.
അതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ അഡൽസിന് പറ്റുന്ന വലിയൊരു പൂള്, കിഡ്സിനുള്ള ഒരു ചെറിയൊരു പൂളും ഈ ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ NH ഫ്രണ്ടേജിലാണ് ഈ രീതിയിൽ വ്യൂ വരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എൻട്രൻസിൽ നിന്നിങ്ങനെ അകത്തേക്ക് കയറി വന്ന് നേരെ നമ്മുടെ ഫ്ലാറ്റിൽ NH നിന്നാണ് എൻട്രൻസ് വരുന്നത്. NH-ൻ്റെയൊക്കെ വർക്ക് പുരോഗമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്കും കിടിലൻ ലുക്കാവുമല്ലേ ഇവിടെയൊക്കെ. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള ക്ലബ് ഹൗസ്. ഇതിനകത്ത് പ്ലേ ഏരിയ, ക്യാരം ബോർഡും ചെസ്സും അങ്ങനെയുള്ള ഇൻഡോർ ഗെയിംസിനൊക്കെയുള്ള പ്രൊവിഷൻ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ പാർട്ടി ഏരിയ കാണാം. അത്യാവശ്യം ഒരു ചെറിയ പരിപാടിയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ച് കണ്ടക്ട് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു സ്പേസാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഹോം തിയേറ്റർ കാണാം. ഇത് നമ്മൾ ആദ്യം കാണിച്ചു തന്ന ആ ഒരു ഗാർഡൻ സ്പേസാണ്. ശരിക്കും സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഈ ഒരു ഗാർഡൻ സ്പേസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. ഈ കാണുന്ന പോലെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ കാണാൻ സാധിക്കും. ഇത് നോക്കി, കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നിരുന്ന് നല്ലതുപോലെ റിലാക്സ് ചെയ്യാം. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്കവാറുള്ള വീടുകളിലും ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് കളിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെയുള്ള ഫ്ലാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റിക്കകത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഒത്തിരിയധികം അവർക്ക് ഫ്രണ്ട്സിനെ കിട്ടും. അവർക്ക് ഇവിടെയൊക്കെ വന്നിരുന്ന് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. ഈ ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ജിമ്മ് വരും. ഇവിടെ ഒരു കുഞ്ഞു പിള്ളേരെയൊക്കെ ആക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ടോഡ്ലേഴ്സ് പാർക്കുണ്ട്. ഇതൊക്കെ നോക്കി അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ജിം ഫെസിലിറ്റി കാണാൻ സാധിക്കും. അത് ലേഡീസിന് സെപ്പറേറ്റ് ഉണ്ട്, ജെൻസിന് സെപ്പറേറ്റ് ഉണ്ട്. ഇത് ഹെൽത്ത് ക്ലബ് ഫോർ ജെൻസ് ആണ്. അത്യാവശ്യം വലിയൊരു സ്പേസാണ്. അതുപോലെ തന്നെ ലേഡീസിനുള്ള ഹെൽത്ത് ക്ലബ്ബ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിള്ളേരെയൊക്കെ പകലിവിടെ ആക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ ആയൊക്കെ ഉണ്ടാവും. കൊച്ചു പിള്ളേരാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ജോലിക്കും പോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില, പാർക്കിംഗ് ഉൾപ്പെടെ ഈ ഒരു ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്.